കെ രാഗേഷ് ദിവ്യ എസ് വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന സ്ത്രീകളോട് കാണിക്കുന്ന അസഹിഷ്ണുത, ആ ഒരർത്ഥത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ദിവ്യ എസ് അഭിപ്രായങ്ങളോടുള്ള സമൂഹത്തിൻ്റെ പ്രതികരണത്തെപ്പറ്റി മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ, പിണറായി വിജയൻ്റെ വിലയിരുത്തൽ അങ്ങനെയായിരുന്നു. കേരള നാട് പിറക്കുന്നതിന് മുമ്പ്, കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് ഇതേപോലെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറഞ്ഞ സ്ത്രീകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടിന് മുമ്പ്, അല്ലെ 1.5 നൂറ്റാണ്ടിന് മുമ്പ്, അല്ലെ 100 വർഷം മുമ്പ്. അവരെയൊക്കെ ഒന്ന് ഓർക്കുന്നത് ഈ അവസരത്തിൽ നന്നായിരിക്കും. ഇപ്പം ദിവ്യ എസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നമ്മുടെ പൊതുസമൂഹം, ഒരു നൂറ്റാണ്ട് മുമ്പ് ഇവിടെ സ്ത്രീകൾ അഭിമാനത്തോടെ തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കീഴാള സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾ. ഇപ്പം ദിവ്യ എസ് പേര് കൊണ്ട് തന്നെ അയ്യർ സമുദായത്തിൽപ്പെട്ട ആളാണ്, ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ കീഴാള സമൂഹം, ഇവിടെ പറയുന്ന ഈഴവർ അടക്കമുള്ള പിന്നാക്കം എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ആ സമൂഹത്തിലെ സ്ത്രീകൾ, അല്ലെ പുരുഷന്മാർ സ്ത്രീകൾക്കൊപ്പം നിന്നത്, അവിടെ നമ്മൾ ചരിത്രം ഇടയ്ക്ക് ഓർക്കുന്നത് പുതിയ തലമുറയ്ക്കും നല്ലതാണ്. ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രസക്തി എന്ന് പറയുന്നത് വെറും 23 വർഷം മുമ്പ്, 24 വർഷം മുമ്പ് ഗുജറാത്തിൽ ഗോദ്രയിൽ നടന്ന ഒരു വംശഹത്യയെപ്പറ്റി പുതുതലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ. വെറും 23 വർഷം മുമ്പ്, അല്ല 24 വർഷം, 2002 സംഭവം. അതിവിടെ വലിയ ചർച്ചയായി. പക്ഷേ ഒരു നൂറ്റാണ്ടിനപ്പുറം ഇവിടെ സ്ത്രീകൾ പൊരുതി നേടിയ അവകാശങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കണം. ഇത് ദിവ്യ എസ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരളം രൂപപ്പെടുന്നതിന് മുമ്പ്, 47-നും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ആ കാലത്ത് കേരളത്തിൻ്റെ മണ്ണിൽ, അന്ന് കേരളമായിട്ടില്ലല്ലോ, എൻഫീൽഡ് ബുള്ളറ്റ്, ഇംഗ്ലണ്ടിൽ നിർമ്മിക്കുന്ന എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ചു നടന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് KR നാരായണി എന്നായിരുന്നു. പിന്നീട് നമ്മൾ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ശക്തരായ വനിതാ രത്നങ്ങളിൽ ഒരാളായ KR ഗൗരിയമ്മയുടെ മൂത്ത ചേച്ചിയായിരുന്നു KR നാരായണി. ഈ KR നാരായണിയുടെ ഒരു ഇമേജ്, അത് യഥാർത്ഥ ഫോട്ടോയല്ല, AI സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ഒരു ഇമേജ്. അവരുമായിട്ട് രൂപസാമ്യം ഉണ്ട് എന്ന് മാത്രം കണ്ടാൽ മതി. അത് കളർ ഇമേജാണ്, അന്ന് കളർ ഫോട്ടോ ഇല്ല. അതുകൊണ്ട് ആ ഇമേജ് കൂടി ഇതിൽ കൊടുക്കുന്നു. അതിൽ ആ ഇമേജായിട്ട് മാത്രം കണ്ടാൽ മതി. KR നാരായണി ആരായിരുന്നു എന്ന രൂപത്തിലെങ്കിലും മനസ്സിലാക്കാൻ അത് സഹായിക്കും. KR നാരായണി ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, 47-ന് മുമ്പ്, 1947-ന് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എൻഫീൽഡ് ബുള്ളറ്റ് 350cc 350cc ബുള്ളറ്റ് ഓടിച്ച് ആലപ്പുഴയിലും ചേർത്തലയിലും അവരുടെ തറവാട് അവിടെയാണ്, ഓടിച്ചു പോകുമ്പോൾ അതിനെ കണ്ടിട്ട് കൂകി വിളിച്ച പുരുഷ കേസരികൾ, വരേണ്യവർഗത്തിൽ ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിലുണ്ടായിരുന്നു. KR നാരായണി ഒരു കൂസലമില്ലാതെ ബുള്ളറ്റ് ഓടിച്ചു പോയി. ഈ ബുള്ളറ്റ് ഇറക്കുമതി ചെയ്തെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? 2ാം ലോക മഹായുദ്ധകാലത്ത്, 1939 മുതൽ 1945 വരെ നീണ്ട 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി അവിടുത്തെ കമ്പനി, എൻഫീൽഡ് കമ്പനി നിർമ്മിച്ചതാണ് ബുള്ളറ്റ്. ചരിത്രം നമ്മൾ നോക്കണം. റഷ്യ, ഇംഗ്ലണ്ട്, ജർമ്മനി മറുവശത്താണല്ലോ. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് യുദ്ധമുന്നണിയിൽ എത്തിച്ചേരാനും മലമടക്കുകളിൽ യുദ്ധം ചെയ്യാൻ, റഷ്യൻ സൈന്യവുമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്യാൻ ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ബുള്ളറ്റാണ് എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. 350cc. യുദ്ധം കഴിഞ്ഞു. പിന്നെ ഈ ബുള്ളറ്റുകൾ സാധാരണ ജനങ്ങൾക്ക് മാർക്കറ്റിലേക്ക്, വിപണിയിൽ ലഭ്യമാക്കാൻ തുടങ്ങി. ഇതിന് വൻ ഡിമാൻഡായി എൻഫീൽഡ് 350cc ബുള്ളറ്റിന്.
ആ ബുള്ളറ്റ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഈ മലയാളക്കരയിൽ അത് ഇറക്കുമതി ചെയ്ത കുടുംബമാണ് KR ഗൗരിയമ്മയുടെ കുടുംബം, KR നാരായണിയുടെ കുടുംബം. ആ ഒരു സ്വാതന്ത്ര്യബോധം. എന്നിട്ട് പുരുഷ കേസരികൾ കളിയാക്കി. പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇപ്പോഴും പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് നമ്മളെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും ബൈക്കിൽ, ബുള്ളറ്റ് തന്നെ വേണ്ട, സാധാ ബൈക്കില്, വേറൊരു ബൈക്കില് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ചു പോയാൽ വഴിയോരത്ത് നോക്കി നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഈ നാട്ടിൽ. ഇപ്പൊ ഈ നാട് മാറിയിട്ടുണ്ടോ? സ്കൂട്ടർ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ്? സ്കൂട്ടി. അത് പെണ്ണുങ്ങൾക്ക് കയറിയിരിക്കാൻ, കാല് കവച്ചിരിക്കാതെ, പിന്നെ കാല് കവച്ചിരുന്ന് പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തോ മോശം, അതുകൊണ്ട് അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി സ്കൂട്ടർ ഉണ്ടാക്കിയത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട്. ബജാജിന്റെ പഴയ പരസ്യം, ബജാജ് സണ്ണി, ഒരു ബുദ്ധിമുട്ടുമില്ല, കാലകത്തി വെക്കേണ്ട, ദാ സണ്ണി ഓടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അന്ന് വന്ന പരസ്യങ്ങൾ ഓർമ്മയുണ്ടോ നമ്മുടെ മലയാളി സമൂഹത്തിന്? അപ്പൊ സ്ത്രീകള് സ്കൂട്ടറെ ഓടിക്കാൻ പാടുള്ളൂ, സ്ത്രീകള് ബുള്ളറ്റ് ഓടിക്കരുത്, സ്ത്രീകള് ബൈക്ക് ഓടിക്കരുത്. അത് സ്ത്രീകൾ അഹങ്കാരികളാകുകയാണ്. ഇപ്പോൾ ഈ ഒരു പൊതു സമൂഹ വിചാരണയിൽ നിന്ന് ഇവിടുത്തെ നാട്ടിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും മോചനമുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കഥ പറയുന്നത്. ആരായിരുന്നു KR ഗൗരിയമ്മയുടെ കുടുംബം, ആരായിരുന്നു എന്നത്. അതായത് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, 47-ന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ചേർത്തലയിലെ ഈഴവ പ്രമുഖൻ കളത്തിപ്പറമ്പിൽ വീട്ടിൽ രാമൻ തണ്ടാരുടെ മൂത്ത മകൾ നാരായണി, ഏറ്റവും ഇളയ മകൾ ഗൗരിയമ്മ. അപ്പൊ ഈഴവ സമുദായത്തിൽ നിന്ന്, അതുപോലെ കീഴാള സമുദായങ്ങളിൽ നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് സമ്പത്തുണ്ടാക്കിയ ഒരു വലിയ പാരമ്പര്യം കേരളത്തിനുണ്ട്. ഇപ്പൊ കളത്തിപ്പറമ്പിൽ കുടുംബം, KR ഗൗരിയമ്മയുടെ കുടുംബം അങ്ങനെയായിരുന്നു. നാരായണഗുരുവിന്റെ കുടുംബം, നാരായണഗുരുവിന്റെ ചെമ്പഴുന്നിലെ കുടില് കാണുന്നവര് അറിയുന്നുണ്ടോ? നാരായണഗുരുവിന്റെ കുടുംബം, നാരായണഗുരു ജനിച്ചത് പിന്നെ ഈ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത കുടിലാണിത്. അതായത് അത് നോക്കാൻ ഏൽപ്പിച്ച ആളിന്റെ കുടിലാണ്. നാരായണഗുരു അക്കാലത്ത് കോടികളുടെ സ്വത്തിന്റെ ജന്മി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു നാരായണഗുരു, ചെമ്പഴന്തിയിലെ. അതുപോലെ വൈദ്യന്മാർ, ആയുർവേദ രംഗത്ത്, അതേപോലെ ബിസിനസ് രംഗത്ത്. അവിടെയാണ് ഞങ്ങൾ പറയാൻ വരുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കര്. നാരായണഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നതിനും എത്രയോ വർഷം മുമ്പ്, അരിപ്പുറം പ്രതിഷ്ഠ നാരായണഗുരു നടത്തുന്നതിന് എത്രയോ വർഷം മുമ്പ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിച്ച ആളായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കായംകുളത്ത് ഹരിപ്പാടിന് അടുത്തുള്ള തറവാട്. വേലായുധ പണിക്കര് നൂറ്റാണ്ട് മുമ്പ് തന്നെ വിദേശത്തേക്ക് സ്വന്തം കപ്പലിൽ ചരക്കുകൾ അയച്ച് സമ്പത്തുണ്ടാക്കിയ ആളാണ്. തിരുവിതാംകൂർ രാജകുടുംബം അദ്ദേഹത്തിന് പണിക്കർ പദവി നൽകി ആദരിച്ചു. അത് വിനയന്റെ 19-ാം നൂറ്റാണ്ട് സിനിമ കണ്ടാൽ മനസ്സിലാവും. ചരിത്രത്തെ അതേപടി പകർത്തിയ സിനിമയാണ് 19-ാം നൂറ്റാണ്ടിലെ ആ കഥ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആലുമുട്ടിച്ചാന്നാര്, ഇതേ പറയുന്ന മുട്ടം, ഹരിപ്പാട് ആലപ്പുഴ റൂട്ടിലെ മുട്ടത്ത് ആലുമുട്ടിച്ചാന്നാരുടെ കുടുംബം, KR ഗൗരിയമ്മയുടെ കുടുംബം ബുള്ളറ്റ്, എൻഫീൽഡ് ബുള്ളറ്റ് ഇവിടെ ഇറക്കുമതി ചെയ്ത് KR നാരായണി ഓടിച്ചതുപോലെ തിരുവിതാംകൂർ രാജകുടുംബത്തിന് സ്വന്തമായിട്ട് ഒരു കാറ് പോലും ഇല്ലാത്ത കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് കാർ ഇറക്കുമതി ചെയ്ത കാറിൽ യാത്ര ചെയ്ത കുടുംബമാണ് ആലുമുട്ടി ചാന്നാർ എന്ന് പറയുന്ന ഈഴവ കുടുംബം. ഇവിടെ ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്ക് മുട്ടത്ത്. ആ തറവാട് കൊട്ടാര സദൃശ്യമായ തിരുവിതാംകൂർ കൊട്ടാരത്തെ വെല്ലുന്ന, രാജകുടുംബത്തിന്റെ കൊട്ടാരത്തെ വെല്ലുന്ന ആ തറവാട് ഇപ്പോഴും അവിടെയുണ്ട്. ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അന്ന് അയിത്തമുള്ള കാലത്ത് ഈ കാർ ഓടിക്കാൻ വേണ്ടി പ്രത്യേക റോഡുണ്ടാക്കി ആലുമുട്ടി ചാന്നാർ കുടുംബം. റോഡുണ്ടാക്കിയിട്ട് പൊതുനിരത്തിൽ അയിത്തമല്ലേ, ഈഴവനല്ലേ, ഇറങ്ങാൻ പാടില്ലല്ലോ, അതിന് കാർ ഓടിക്കാൻ സ്വന്തം വഴി കൊല്ലത്തേക്ക് നിർമ്മിച്ച കുടുംബമാണ് ആലുമുട്ടി ചാന്നാർ. മാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിന് പലപ്പോഴും ധനസഹായം ചെയ്ത് സഹായിച്ച കുടുംബം കൂടിയാണ് ആലുമുട്ടി ചാന്നാർ കുടുംബം. അപ്പൊ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഡ്രൈവറായിട്ട് വെച്ചു, ആലുമുട്ടി ചാന്നാർ. ചാന്നാർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനപ്പേരാണ്. അപ്പൊ പൊതുനിരത്തിൽ വരുമ്പോ
ഈ നായര് വണ്ടി ഓടിക്കും, നായർ ഡ്രൈവർ ചാന്നാര് പുറത്തിറങ്ങി മാറി നടന്ന് ക്രോസ് ചെയ്തു പോകും. പൊതുനിരത്തിൽ നായർ ഡ്രൈവർ വണ്ടി ഓടിക്കും. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെ ഒക്കെ ആയിരുന്നു കേരളം. ഇതിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് കേരളത്തിൽ ഇങ്ങനെ പലരും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ദിവ്യ അയ്യരെ ഈ കടന്ന് ആക്രമിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ലെഫ്റ്റ് വോയിസിന് പറയാനുള്ളത്, ചരിത്രം പഠിക്കണം, ചരിത്രം വായിക്കണം. ചരിത്രബോധം ഇല്ലാതെ നമ്മളൊരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ചരിത്രബോധം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ചില രാഷ്ട്രീയ അജണ്ടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതാ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടുത്തെ സംഘപരിവാറും ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ചരിത്രബോധം പാടില്ല, ചരിത്രം ഓർക്കരുത്, ചരിത്രം പഠിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എന്ന് മാത്രം ഞങ്ങൾ പറയും.